ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പേരിൽ തകർത്ത തളിക്കുളം പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ പുനർനിർമ്മിക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പാട്ടുപാടി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. നാഷണൽ ഹൈവേയുടെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് 12 കോടി രൂപയും ജീവൻ മിഷൻ നൽകിയ 6.5 കോടി രൂപയും കയ്യിൽ വെച്ച് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും തടസ്സപ്പെടുത്തുന്ന തളിക്കുളം പഞ്ചായത്തിന്റെ നടപടി പ്രതിഷേധാർഹമാണ്. വാർഷിക ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം ഹൈവേ വികസനത്തിനായി പഞ്ചായത്ത് വിട്ടുകൊടുത്ത സ്ഥലങ്ങളുടെ മതിയായ രേഖകൾ സമർപ്പിക്കാത്തത് കാരണം പഞ്ചായത്തിന് തുടർന്ന് കിട്ടേണ്ടിയിരുന്ന വൻ തുക നഷ്ടപ്പെടുത്തിയത് പഞ്ചായത്തിന്റെ അനാസ്ഥ മൂലമാണ്. പഞ്ചായത്തിന് പുതിയ ഓഫീസ് കെട്ടിടം പണിയാനുള്ള ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല. പിണറായി സർക്കാരിന്റെ കമ്മീഷൻ ഭരണത്തിനെതിരെയും മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധിച്ചു. വൻകിട പദ്ധതികളും അതിൽ നിന്ന് ലഭിക്കുന്ന കമ്മീഷനും മാത്രമാണ് പിണറായി സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾക്ക് സർക്കാർ നൽകുന്ന പദ്ധതി വിഹിതം 6,746 കോടി രൂപ സർക്കാർ വകമാറ്റി ചെലവഴിച്ചിരിക്കുകയാണ്. സാധാരണക്കാരന് പ്രയോജനം ലഭിക്കുന്ന ഒരു പ്രോജക്റ്റും നടപ്പിലാക്കാൻ പഞ്ചായത്തുകൾക്ക് ഇതുമൂലം കഴിയുന്നില്ല. ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം ആശ്രയ പദ്ധതിയിലൂടെ പാവപ്പെട്ടവർക്ക് നൽകേണ്ട കിറ്റുകൾക്ക് വേണ്ടി മാറ്റിവെച്ച തുക അത് നൽകാതെ ലാപ്സാക്കി. പിണറായി സർക്കാർ ധൂർത്തും അഴിമതിയും മുഖമുദ്രയാക്കിയ സർക്കാരാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പാതി ദൂരം പിന്നിട്ട വികസന പദ്ധതികൾ സ്വന്തം കണക്കിൽ എഴുതി ചേർക്കുന്ന തിരക്കിലാണ് മുഖ്യമന്ത്രി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ.എ. ഹാറൂൺ റഷീദ് പാട്ടുപാടി സമരം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം യൂത്ത് ലീഗ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് എ.എ. മുനീർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് പി.എം. അബ്ദുൽ ജബ്ബാർ, ജനറൽ സെക്രട്ടറി വി.കെ. നാസർ, ട്രഷറർ പി.എം. സിറാജുദ്ദീൻ, ജില്ലാ പ്രവർത്തക സമിതി അംഗം ഷെഫീഖ് ഹുസൈൻ, മുസ്ലിം യൂത്ത് ജില്ലാ കമ്മിറ്റി അംഗം കെ.എസ്. സുബൈർ, പഞ്ചായത്ത് പ്രസിഡന്റ് സി.എസ്. ഷിഹാബുദ്ദീൻ, ജനറൽ സെക്രട്ടറി പി.ബി. സുൽഫിക്കർ എന്നിവർ സംസാരിച്ചു.